ഹലോ എവ്രി വൺ, വെൽക്കം ടു ടെക് പി എസ് സി. അപ്പോൾ ഇന്ന് ഈ ഒരു സെഷനിൽ നമ്മൾ ഇലക്ട്രോ കെമിസ്ട്രിയിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കായ നേർഡ്സ് ഇക്വേഷൻ എന്താണ് എന്നാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഇലക്ട്രോ കെമിസ്ട്രിയിൽ നമ്മൾ ഇലക്ട്രോ കെമിക്കൽ സെല്ലുകൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇലക്ട്രോ കെമിക്കൽ സെല്ലുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ ഡാനിയൽ സെല്ലുകളെ പറ്റിയും മറ്റ് ധാരാളം സെല്ലുകളെ പറ്റിയും നമ്മൾ കണ്ടതാണ്. ഓക്കെ, ഇപ്പൊ അതിൽ ഇലക്ട്രോ കെമിക്കൽ സെല്ലുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവര് ഒരു റിഡോക്സ് കപ്പിൾ ആണ്, അല്ലെ? അതായത് ഇപ്പൊ രണ്ട് ഹാഫ് സെല്ലുകളായിട്ടാണ് ഇവർ കാണുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഡാനിയൽ സെൽ എടുക്കുകയാണെങ്കിൽ ഡാനിയൽ സെല്ലിൽ ആനോഡായിട്ട് ആക്ട് ചെയ്യുന്നത് സിങ്ക് ആണ്. സിങ്ക് സൾഫേറ്റിൽ മുക്കി വെച്ച സിങ്ക് റോഡാണ്. അതുപോലെ കോപ്പർ സൾഫേറ്റിൽ മുക്കി വെച്ച കോപ്പർ റോഡാണ് കാഥോഡായിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ രണ്ട് ഹാഫ് സെല്ലുകൾ കപ്പിൾ ചെയ്യുമ്പോഴാണ്, ഈ രണ്ട് ഹാഫ് സെല്ലുകൾ ചേരുമ്പോഴാണ് അവിടെ ആ ഒരു ഇലക്ട്രോ കെമിക്കൽ സെൽ, ഗാൽവാനിക് സെൽ എന്ന് പറയുന്ന സെൽ ഉണ്ടാവുന്നതും അതിനൊരു ടോട്ടൽ പൊട്ടൻഷ്യൽ ഉണ്ടാവുന്നത്. അപ്പോ അവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ക്രിയേറ്റ് ആവണമെങ്കിൽ തീർച്ചയായിട്ടും ഈ രണ്ട് ഹാഫ് സെല്ലുകൾക്കും എന്തുണ്ടാവണം? അതിൻ്റെതായിട്ടുള്ള ഒരു ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഉണ്ടാവണം. അപ്പൊ ആ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽസ് കണ്ടുപിടിക്കാനുള്ള വഴികളും നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അവിടെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് പഠിച്ചത്. അതൊരു പ്രൈമറി റെഫറൻസ് ഇലക്ട്രോഡ് ആണ്. കെലോമൽ ഇലക്ട്രോഡ് പഠിച്ചത്, അതെല്ലാം ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽസിന്റെ കാൽക്കുലേഷൻ ആണ്. ഓക്കെ, അപ്പം ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഇതിനെ എങ്ങനെ ഒരു മാത്തമാറ്റിക്കലി നമുക്ക് ഇതിനെ റെപ്രസെന്റ് ചെയ്യാം? അപ്പോൾ അതാണ് നമ്മൾ നേർഡ്സ് ഇക്വേഷനിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോ നേർഡ്സ് ഇക്വേഷൻ എന്ന് പറയുന്നത്, നേർഡ്സ് ഇക്വേഷൻ റിലേറ്റ്സ് ദ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് എ ഹാഫ് സെൽ ടു ദ കോൺസെൻട്രേഷൻ ഓഫ് അയോൺസ് ആൻഡ് ടെമ്പറേച്ചർ. അതായത് ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിനെ എങ്ങനെയാണ് അയോണിക് കോൺസെൻട്രേഷനുമായും അതുപോലെ ടെമ്പറേച്ചറുമായും കണക്ട് ചെയ്യാൻ പറ്റുന്നത് എന്നാണ് നേർഡ്സ് ഇക്വേഷനിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. നേർഡ്സ് ഇക്വേഷൻ എന്തിനേക്കാണ് കണക്ട് ചെയ്യുന്നത് എന്നാണ്. നേർഡ്സ് ഇക്വേഷൻ കണക്ട് ചെയ്യുന്നത് കോൺസെൻട്രേഷൻ ഓഫ് അയോണും അതുപോലെ ടെമ്പറേച്ചറും ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽസും തമ്മിലുള്ള റിലേഷൻ കാണിക്കുന്ന ഇക്വേഷൻ ആണ് നേർഡ്സ് ഇക്വേഷൻ. സോ ഒരു പോയിന്റ് പഠിച്ചു കഴിഞ്ഞു. Okay, so it was discovered by Walther Nernst in 1889. Okay, 1889 വാൾതർ നേൺസ്റ്റ് ആണ് ഇത് കണ്ടുപിടിച്ചത്. ആൻഡ് ഇറ്റ് ഈസ് ഫണ്ടമെന്റൽ ഇൻ ഇലക്ട്രോ കെമിസ്ട്രി ഫോർ കാൽക്കുലേറ്റിംഗ് നോൺ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. അപ്പൊ നമുക്ക് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽസിന്റെ ഒക്കെ കാൽക്കുലേഷൻസ് നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, റെഫറൻസ് ഇലക്ട്രോഡുകൾ ഉപയോഗിച്ചിട്ട്. അപ്പോൾ ഈ നേൺസ്റ്റ് ഇക്വേഷന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നോൺ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള, അപ്പൊ എന്താ ഈ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽസും നോൺ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽസും തമ്മിലുള്ള വ്യത്യാസം? അതായത് സ്റ്റാൻഡേർഡ് കണ്ടീഷനിൽ ഒരു ഹാഫ് സെല്ലിന്റെ പൊട്ടൻഷ്യൽ ആണ് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ, സ്റ്റാൻഡേർഡ് കണ്ടീഷനിൽ. ഓക്കെ, ഇനി സാധാരണ ഓർഡിനറി ടെമ്പറേച്ചറിലും പ്രഷറിലും ഒരു സെല്ലിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിനെയാണ് അതിന്റെ നോർമൽ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ നേൺസ്റ്റ് ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും? ഈ നോർമൽ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. അപ്പോ നമുക്ക് ജനറൽ ആയിട്ട് ഒരു ഇലക്ട്രോഡ് റിയാക്ഷൻ നോക്കാം. അപ്പൊ ഈ ഇലക്ട്രോഡ് റിയാക്ഷൻ നോക്കിയേ, ഇതൊരു റിഡക്ഷൻ റിയാക്ഷൻ ആണ്. എങ്ങനെയാണ് ഓക്സിഡേഷനും റിഡക്ഷനും മനസ്സിലാക്കുന്നതെന്ന് നമ്മൾ പഠിച്ചു. ഓക്കെ, അപ്പൊ റിഡക്ഷൻ റിയാക്ഷൻ ആണെങ്കിൽ ഇത് തീർച്ചയായിട്ടും എന്തായിരിക്കും? ഇതൊരു കാഥോഡ് ആയിരിക്കും. ഓക്കെ, റിഡക്ഷൻ റിയാക്ഷൻ ആണെങ്കിൽ തീർച്ചയായിട്ടും കാഥോഡ് ആയിരിക്കും. നമ്മൾ എന്താ പഠിച്ചത്? റെഡ് കാറ്റ്. ഓക്കെ, റെഡ് കാറ്റ് എന്താ? അതായത് റിഡക്ഷൻ നടക്കുന്ന ആർക്കാണോ അത് കാഥോഡ് ആയിരിക്കും. റെഡ് കാറ്റ് ഓർത്തു വെച്ചിരിക്കുക. അപ്പൊ ഒരു കാഥോഡിന്റെ റിയാക്ഷൻ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അതായത് Mn+n ഇലക്ട്രോണുകളെ വാങ്ങിച്ച് M ആയിട്ടുള്ള മെറ്റൽ ആയിട്ട് മാറുകയാണ്. സോ ഇലക്ട്രോണുകളെ അക്സെപ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇലക്ട്രോണുകളുടെ വാങ്ങുന്ന റിയാക്ഷൻ ആണ് റിഡക്ഷൻ റിയാക്ഷൻസ് എന്ന് പറയുന്നത്. സോ ഹിയർ വി ആർ റെപ്രസെന്റിങ് എ റിഡക്ഷൻ റിയാക്ഷൻ. ഇതൊരു റിഡക്ഷൻ റിയാക്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ കാഥോഡിൽ നടക്കുന്ന ഒരു റിയാക്ഷൻ ആണ് നമ്മൾ ഇവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. കാഥോഡിൽ നടക്കുന്ന റിയാക്ഷൻ. ഓക്കെ ആണല്ലോ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, സോ ഇൻ ദിസ് ഇക്വേഷൻ ഫ്രീ എനർജി നമ്മൾ എങ്ങനെയാണ് എഴുതുന്നതെന്നാണ്. ഫ്രീ എനർജി, ഗിബ്സിന്റെ ഫ്രീ എനർജി. അപ്പൊ എന്തായി ഗിബ്സ് ഫ്രീ എനർജി? അടുത്ത ടേം അത് എന്താണെന്ന് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. അതിന് ഒരുപാട് ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കൂല. എന്നാലും ഫ്രീ എനർജി എന്ന് പറയുന്ന വാക്ക് വരുമ്പോൾ അതെന്താണെന്ന് അറിഞ്ഞിരിക്കണമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ടൊന്ന് പറയുകയാണ്. ഫ്രീ എനർജി എന്ന് പറയുന്നത്
ഓക്കെ, ഇപ്പൊ എന്റെ ശരീരത്തിലെ എന്റെ ഇന്റേണൽ എനർജി അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിന്റെ ഇന്റേണൽ എനർജി എന്ന് പറയുന്നത് ആ സിസ്റ്റത്തിനകത്തുള്ള മുഴുവൻ എനർജിയുമാണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു സിസ്റ്റം കൺസിഡർ ചെയ്യാം. ഓക്കെ, ഈ ഒരു ബോക്സിനകത്ത് എ എന്ന് പറയുന്ന ഒരു സിസ്റ്റം കൺസിഡർ ചെയ്യാം. ഓക്കെ, ഈ എ എന്ന് പറയുന്ന സിസ്റ്റം ഇതിനകത്ത് നിറച്ച് ഗ്യാസ് ആണെന്ന് വിചാരിക്കുക. ഏതെങ്കിലും ഒരു ഗ്യാസ് മോളിക്യൂൾസ് ആണ് ഇതിനകത്ത് നിറഞ്ഞിരിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ എക്ക് തീർച്ചയായിട്ടും ഒരു എനർജി ഉണ്ട്. ആ എനർജീനെ, ടോട്ടൽ എനർജീനെ വിളിക്കുന്ന പേരാണ് അതിന്റെ ഇന്റേണൽ എനർജി. ഓക്കെ, അപ്പോ ആ ഇന്റേണൽ എനർജി എന്ന് പറയുന്നത് ഈ ഗ്യാസുകളുടെ കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, റൊട്ടേഷണൽ എനർജി, വൈബ്രേഷണൽ എനർജി, അങ്ങനെ ഇതിനകത്ത് ഏതൊക്കെ എനർജികളുണ്ടോ ആ എനർജികളുടെ മൊത്തം സമ്മാണ് ഇതിന്റെ ഇന്റേണൽ എനർജി. ഓക്കെ, പഠിക്കുക, ഇന്റേണൽ എനർജി. ഓക്കെ, ആ ഇന്റേണൽ എനർജിയും ഗിബ്സ് ഫ്രീ എനർജിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സിസ്റ്റത്തിലുള്ള എനർജി പൂർണ്ണമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, വർക്കായിട്ട് മാറ്റാൻ പറ്റൂല. ഓക്കെ, സോ നമുക്ക് ആവശ്യമുള്ള എന്താണ്, എനർജി കൊണ്ട് നമുക്കൊരു പ്രയോജനമില്ല. ആ എനർജി വർക്കായിട്ട് മാറുമ്പോഴാണ് അത് നമുക്ക് യൂസ്ഫുൾ ആവുന്നത്. സോ ഒരു സിസ്റ്റത്തിൽ എത്രത്തോളം എനർജിയാണോ നമുക്ക് യൂസ്ഫുൾ വർക്കാക്കി മാറ്റാൻ പറ്റുന്നത്, ആ എനർജിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗിബ്സ് ഫ്രീ എനർജി. ഓക്കെ, ഒരു സിസ്റ്റത്തില് നമുക്ക് യൂസ്ഫുൾ ആയി ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് യൂസ്ഫുൾ ആയ വർക്കാക്കി മാറ്റാൻ പറ്റുന്ന എത്രത്തോളം എനർജിയാണോ ഒരു പെർട്ടിക്കുലർ സിസ്റ്റത്തിലുള്ളത് അതിനെ വിളിക്കുന്ന പേരാണ് ഗിബ്സ് ഫ്രീ എനർജി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ആ ഗിബ്സ് ഫ്രീ എനർജി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ നമ്മൾ ഇക്വിലിബ്രിയത്തിലാണ് പഠിക്കുന്നത്. ഇക്വിലിബ്രിയത്തിൽ പഠിക്കുന്ന ഇക്വേഷൻ ഇതാണ്: ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു, ഡെൽറ്റ ജി എന്ന് പറഞ്ഞാൽ ഗിബ്സ് ഫ്രീ എനർജി ചേഞ്ച് ആണ്. ഓക്കെ, ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു ഡെൽറ്റ ജി സീറോ. സീറോ വരുന്നത് എന്താണ്, സ്റ്റാൻഡേർഡ് കണ്ടീഷൻ ആണ്. അപ്പം ഇത് സാധാരണ നോർമൽ ഗിബ്സ് ഫ്രീ എനർജി, ഇത് സ്റ്റാൻഡേർഡ് ഗിബ്സ് ഫ്രീ എനർജി. ഓക്കെ, ഗിബ്സ് ഫ്രീ എനർജി അറ്റ് സ്റ്റാൻഡേർഡ് കണ്ടീഷൻ പ്ലസ് ആർ ടി ln kc എന്ന് ഞാൻ എഴുതാം. ഓക്കെ, വേർ kc ഈസ് നോൺ ആസ് ദ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. മുകളിൽ എഴുതിയിരിക്കുന്ന അതേ കാര്യം തന്നെയാണ് താഴെ എഴുതിയിരിക്കുന്നത്. അപ്പൊ ആർ ടി ലോഗ് കെ സി. ഓക്കെ ആണല്ലോ, കെ സി ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഈ കെ സി എങ്ങനെയാ കണ്ടുപിടിക്കുക? ഞാൻ ഒരു റിയാക്ഷൻ എഴുതാം. ഫോർ എക്സാമ്പിൾ, എ ഗീവ്സ് എ റിവേഴ്സിബിളി ഗീവ്സ് ബി. ഇതൊരു റിവേഴ്സിബിൾ റിയാക്ഷൻ ആണെന്ന് വിചാരിക്കാം. അപ്പൊ ഇതിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കെ സി ഞാൻ എഴുതുന്നത് ഇങ്ങനെയാണ്: കെ സി ഇസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ്. അപ്പൊ ഇവിടെ പ്രൊഡക്റ്റ് ബി അല്ലേ, അപ്പൊ ഞാൻ എന്ത് എഴുതാം, കോൺസെൻട്രേഷൻ ഓഫ് ബി ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ്, അതായത് കോൺസെൻട്രേഷൻ ഓഫ് എ. ഓക്കെ, ഈ സ്ക്വയർ ബ്രാക്കറ്റിന് ഇടുന്നത് കോൺസെൻട്രേഷൻ ആണ്. അപ്പൊ കോൺസെൻട്രേഷൻ ഓഫ് ബി ബൈ കോൺസെൻട്രേഷൻ ഓഫ് എ, അതാണ് എന്ത്, കെ സി, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. ഇനി ഒന്നിൽ കൂടുതൽ ആൾക്കാർ വരുമ്പോ എന്ത് ചെയ്യും, ഒന്നിൽ കൂടുതൽ ആൾക്കാർ വരുമ്പോൾ ആ കോൺസെൻട്രേഷൻ ടേമിനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, ഇനി ഇങ്ങനെ വരികയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ, എ എ പ്ലസ് ബി ബി റിവേഴ്സിബിളി ഗീവ്സ് സി സി പ്ലസ് ഡി ഡി. ഇതാണ് ഒരു ഇക്വേഷൻ എങ്കിൽ ഇതിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് നമുക്ക് എങ്ങനെ എഴുതാം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അവിടെ കെ സി ഇസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് സി, അതിന്റെ കൂടെ അതായത് പ്രൊഡക്റ്റ് ബൈ റിയാക്ടന്റ് ആണ്. അപ്പൊ പ്രൊഡക്റ്റിൽ സിയും ഉണ്ട് ഡിയും ഉണ്ട്. അപ്പൊ കോൺസെൻട്രേഷൻ ഓഫ് സി ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ഡി. ഇനി ഈ നമ്പറുകൾ എന്ത് ചെയ്യും, അതിന്റെ കോഎഫിഷ്യൻസ് ആയിട്ട് വരുന്ന നമ്പറുകൾ, ആ നമ്പറുകൾ നമ്മൾ പവർ ആയിട്ട് കൊടുക്കണം. അപ്പൊ കോൺസെൻട്രേഷൻ ഓഫ് സി റൈസ് ടു സി, കോൺസെൻട്രേഷൻ ഓഫ് ഡി റൈസ് ടു ഡി ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് എ റൈസ് ടു എ, കോൺസെൻട്രേഷൻ ഓഫ് ബി റൈസ് ടു ബി എന്ന് വരും. ഓക്കെ ആണല്ലോ. അപ്പൊ ഇങ്ങനെയാണ് ആ കോൺസെൻട്രേഷൻ ടേംസിനെ വച്ചിട്ട് നമ്മൾ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കെ സി എഴുതുന്നത്. ഓക്കെ, അപ്പൊ ദാ ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത് വളരെ മനസ്സിലാവുന്ന ഒരു രീതിയിൽ സെന്റൻസ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പൊ രണ്ട് നമ്മൾ പഠിച്ചിരിക്കണം. കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആണ്. ഈ ഇക്വേഷൻ നമ്മൾ ഇക്വിലിബ്രിയത്തിൽ തന്നെ പഠിക്കുന്ന ഇക്വേഷൻ ആണ്. ഓക്കെ, അപ്പോ ഇത്രയും നിങ്ങൾ മനസ്സിലാക്കിയിരുന്നാൽ മതി. ഗിബ്സ് ഫ്രീ എനർജി ചേഞ്ച് അല്ലെങ്കിൽ ദ ഫ്രീ എനർജി ചേഞ്ച് ഡെൽറ്റ ജി ഇസ് ഈക്വൽ ടു ഡെൽറ്റ ജി സീറോ പ്ലസ് ആർ ടി എൽ എൻ കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ്. അപ്പൊ ഞാൻ ലോഗ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ എഴുതിയിരിക്കുന്ന എൽ എൻ എന്നല്ലേ. അപ്പൊ എൽ എന്നും എൽ ഒ ജി ലോഗും തമ്മിൽ ചെറിയൊരു ബന്ധമുണ്ട്. എൽ എൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാച്ചുറൽ ലോഗരിതമാണ്. അതായത് ലോഗ് ടു ദ ബേസ് ഇ, എക്സ്പോണൻഷ്യൽ ഇ ഉണ്ടല്ലോ, അത് ബേസ് ആയിട്ട് വരുന്നതാണ് എൽ എൻ, നാച്ചുറൽ ലോഗരിതം. ഇനി എൽ ഒ ജി ലോഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് അരിത്തമെറ്റിക് ലോഗരിതം, അതായത് ലോഗ് ടു ദ ബേസ് 10. അപ്പോ ഈ എൽ ഒ ജി ലോഗിന്റെ ബേസ് 10 ആണ്.
അപ്പൊ നമുക്ക് നാച്ചുറൽ ലോഗരിതത്തിനെ ഈസി ആയിട്ട് എന്താക്കാം, അരിത്തമെറ്റിക് ലോഗരിതമാക്കി മാറ്റാം. അതിന് ഒരു 2.303 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, നാച്ചുറൽ ലോഗരിതത്തിനെ അരിത്തമെറ്റിക് ലോഗരിതമാക്കി മാറ്റാൻ നമ്മൾ എന്ത് ചെയ്യുക, ഒരു 2.303 കൊണ്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ, ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഈ ഒരു സ്ലൈഡിൽ നിന്ന് കിട്ടണം, എന്നാലേ അടുത്ത കാര്യം നമുക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോ ഡെൽറ്റ ജി സി ഈക്വൽ ടു ഡെൽറ്റ ജി സീറോ പ്ലസ് ആർ ടി എൽ എൻ കെ സി, അത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റും ഫ്രീ എനർജിയും കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ആണ്. ഓക്കെ, ഇതിൽ നിന്നാണ് നമ്മൾ നേൺസ്റ്റ് ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ഒരു ഭാഗം നോക്കാം. സി, അപ്പോ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഡെൽറ്റ ജി ഈക്വൽ ടു ഡെൽറ്റ ജി സീറോ പ്ലസ് ആർ ടി. അപ്പൊ നമുക്ക് ഇതിനതാ ഈ ഇക്വേഷൻ എങ്ങനെ എഴുതാം? ഓക്കെ, അപ്പോ ഡെൽറ്റ ജിയുടെ ഇക്വേഷൻ നമ്മൾ നേരത്തെ ഒരു റിഡക്ഷൻ റിയാക്ഷൻ പഠിച്ചില്ലേ, അപ്പൊ അതിലൊന്ന് എഴുതി നോക്കാമേ. അതായത് ഡെൽറ്റ ജി ഇസ് ഈക്വൽ ടു ഡെൽറ്റ ജി സീറോ പ്ലസ് ആർ ടി എൽ എൻ. ഇവിടെ പ്രൊഡക്റ്റ് ആരാ? പ്രൊഡക്റ്റ് ഇതാ എം ആണ്. ഓക്കെ, ആ മെറ്റൽ ആണ് ഇവിടെ പ്രോഡക്റ്റ് ആയിട്ട് വരുന്നത്. ദാ കിടക്കുന്നു പ്രോഡക്റ്റ്. അപ്പൊ കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് എം ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് എം എൻ ടു പ്ലസ് എം എൻ പ്ലസ്, അതായത് ഇതാണ് ഇവിടുത്തെ റിയാക്ടന്റ്. ഓക്കെ ആണല്ലോ. അപ്പൊ അതാ ഇങ്ങനെ നമുക്ക് ഡെൽറ്റ ജിയുടെ ഇക്വേഷൻ ഇവിടെ എഴുതാം. ഓക്കെ, ഡെൽറ്റ ജിയുടെ ഇക്വേഷൻ എഴുതാം. ഇനി നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, നമ്മൾ ആൾസോ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഡെൽറ്റ ജിക്ക് വേറൊരു ഇക്വേഷനും കൂടെ ഉണ്ട്. അതായത് ഡെൽറ്റ ജി എന്ന് പറയുന്നത്, ശ്രദ്ധിച്ചോളുക, ഇവിടെ എഴുതാം, ഡെൽറ്റ ജി ഇസ് ഈക്വൽ ടു മൈനസ് എൻ എഫ് ഇ എന്ന് പറഞ്ഞിട്ട് ഒരു ഇക്വേഷനും കൂടെ ഉണ്ട്. Delta G is equal to minus NFE, where N is the number of electrons transferred. F എന്ന് പറയുന്നത് ഫാരഡേസ് കോൺസ്റ്റന്റ് ആണ്. അത് 96500 കൂളം ആണ്. അതെല്ലാം ഞാൻ പറഞ്ഞു തരാം. ഫാരഡേസ് കോൺസ്റ്റന്റ് ആണ് ഈ നമ്മുടെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ഓക്കെ, അപ്പൊ ഡെൽറ്റ ജി സീറോയുടെ ഇക്വേഷൻ എന്തായിട്ട് മാറും? എൻ ഒരു കോൺസ്റ്റന്റ് ആണ്, മാറത്തില്ല. എഫും കോൺസ്റ്റന്റ് ആണ്, മാറത്തില്ല. അപ്പോ ഡെൽറ്റ ജി സീറോ ഇസ് ഈക്വൽ ടു മൈനസ് എൻ എഫ് ഇ സീറോ എന്ന് വരും. ഡെൽറ്റ ജി സീറോ ഇസ് ഈക്വൽ ടു മൈനസ് എൻ എഫ് ഇ സീറോ എന്ന് വരും. ക്ലിയർ ആണല്ലോ. അപ്പൊ ഇത്രയുമാണ് അവിടെ ഈ ഒരു സ്ലൈഡിൽ നമ്മൾ പ്രധാനമായിട്ട് പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മളൊരു റിഡോക്സ് റിയാക്ഷൻ എഴുതി. ആ റിഡോക്സ് റിയാക്ഷനെ ഫ്രീ എനർജിയുമായിട്ട് കണക്ട് ചെയ്തു. ഫ്രീ എനർജിയുമായിട്ട് കണക്ട് ചെയ്തിട്ട് അത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റുമായിട്ടുള്ള ബന്ധം ഞാൻ പറഞ്ഞു. പക്ഷെ അതൊന്നും നമ്മൾ ഡയറക്റ്റ് സിലബസിലില്ല, എന്നാലും നമുക്ക് ആവശ്യം വരും. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റുമായിട്ടുള്ള ബന്ധം ഞാനൊന്ന് മെൻഷൻ ചെയ്തു. അത് വെച്ചിട്ട് ഞാൻ ഡെൽറ്റ ജിയുടെ ഇക്വേഷൻ എഴുതി. ഡെൽറ്റ ജി ഇസ് ഈക്വൽ ടു ഡെൽറ്റ ജി സീറോ പ്ലസ് ആർ ടി എൽ എൻ കോൺസെൻട്രേഷൻ ഓഫ് എം ബൈ എം എൻ പ്ലസ്. അവിടെ നിന്ന് ഡെൽറ്റ ജിയുടെ ഇക്വേഷൻ, ഡെൽറ്റ ജിയുടെ മറ്റൊരു ഇക്വേഷൻ കൂടെ എഴുതി, മൈനസ് എൻ എഫ് ഇ എന്ന് പറഞ്ഞിട്ട് ഒരു ഇക്വേഷൻ കൂടെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചതിൽ നിന്ന് നേൺസ്റ്റ് ഇക്വേഷൻ നമുക്കൊന്ന് ഡിറൈവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഡെൽറ്റ നേൺസ്റ്റ് ഇക്വേഷൻ, നേരത്തെ എഴുതിയ ഇക്വേഷൻ ഞാൻ ഒന്നും കൂടെ ഇവിടെ എഴുതാം. ഡെൽറ്റ ജി ഇസ് ഈക്വൽ ടു ഡെൽറ്റ ജി സീറോ പ്ലസ് ആർ ടി എൽ എൻ കോൺസെൻട്രേഷൻ ഓഫ് എം ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് എം എൻ പ്ലസ്. ഇതാണ് നമ്മുടെ നേരത്തെ നമ്മൾ എഴുതിയ ഇക്വേഷൻ. അപ്പൊ അവിടെ ഡെൽറ്റ ജിക്ക് നമ്മൾ എന്താ പഠിച്ചത്? മൈനസ് എൻ എഫ് ഇ. ഓക്കെ, അപ്പൊ അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഡെൽറ്റ ജി സീറോക്ക് എന്താ പഠിച്ചത്? മൈനസ് എൻ എഫ് ഇ സീറോ. അപ്പൊ അതെന്താ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ ഇങ്ങനെ ഒരു ഇക്വേഷൻ എഴുതി നമ്മൾ അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി ഇതിന് നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്താലോ? ഓക്കെ, നമുക്ക് ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്യാം. അതായത് ഞാൻ ഈ ഇക്വേഷനെ ത്രൂ ഔട്ട് എന്ത് ചെയ്യാണ്? ഒരു മൈനസ് എൻ എഫ് കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. അപ്പൊ ഇതിനെ മൈനസ് എൻ എഫ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? ഇതിനെ മൈനസ് എൻ എഫ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ മൈനസ് അങ്ങ് പോയി, എൻ എഫും പോയി, വെറും ഇ ആയി. ഇതും അതുപോലെ തന്നെയാണ്. ഇതിനെ മൈനസ് എൻ എഫ് കൊണ്ട് ഞാൻ ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് പറ്റും? ഈ മൈനസ് അങ്ങ് പോവും, എൻ എഫ് പോയിട്ട് അടുത്ത ഇ സീറോ കിട്ടും. ഇതിനെ എൻ എഫ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക്, മൈനസ് എൻ എഫ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് താഴെ ഒരു എൻ എഫ് വരും. താഴെ ഒരു എൻ എഫ് വരും എന്ന് മാത്രമല്ല, ഈ പ്ലസ് അങ്ങ് മൈനസ് ആവും. ഓക്കെ ആണല്ലോ. അപ്പൊ പ്ലസ് മൈനസ് ആവുമ്പോ അതിനെ തിരിക്കാൻ, അതായത് ഒരു ഇക്വേഷനിൽ മൈനസ് വരുന്നതിനേക്കാളും പ്ലസ് വരുന്നതാണല്ലോ നല്ലത്. അതിനു വേണ്ടിയിട്ട് ഇവിടെ വേറൊരു റീഅറേഞ്ച്മെന്റും ചെയ്യുകയാണ്. മൈനസ് പ്ലസ് ആക്കി മാറ്റാനായിട്ട് ഇതാ ഇതിനെ അങ്ങ് തിരിച്ചെഴുതുന്നു. കോൺസെൻട്രേഷൻ ഓഫ് എം ബൈ എം എൻ പ്ലസ് എന്നുള്ളത് കോൺസെൻട്രേഷൻ ഓഫ് എം എൻ പ്ലസ് ബൈ എം ആക്കി എഴുതുന്നു. അപ്പോ ലോഗിന്റെ പ്രത്യേകതയാണ്, ഒരു ലോഗിനെ റെസിപ്രോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ സൈൻ മാറും.
അത് ലോഗിന്റെ ഒരു പ്രോപ്പർട്ടിയാണ്. അപ്പൊ ഇവിടെ നമ്മൾ റെസിപ്രോക്കേറ്റ് ചെയ്ത് ദാ ഇവിടെ വരുന്ന മൈനസിനെ അങ്ങ് ക്യാൻസൽ ചെയ്തു. സോ ദ ന്യൂ ഇക്വേഷൻ ഈസ് ഇ ഈക്വൽ ടു ഇ സീറോ പ്ലസ് ആർ ടി ബൈ എൻ ഓഫ് എൽ എൻ കോൺസെൻട്രേഷൻ ഓഫ് എം എൻ പ്ലസ് ഡിവൈഡഡ് ബൈ എം എന്ന് നമ്മുടെ ഇക്വേഷൻ കിട്ടി. അല്ലെങ്കിൽ നിങ്ങൾക്ക് നേൺസ്റ്റ് ഇക്വേഷൻ ഇങ്ങനെയും പഠിച്ചാൽ മതി. ഇ ഈസ് ഈക്വൽ ടു ഇ സീറോ മൈനസ് ആർ ടി ബൈ എൻ എഫ് ലോഗ് ഇങ്ങനെ എഴുതിയാലും മതി, എം ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് എൻ എൻ പ്ലസ് ഇങ്ങനെ എഴുതിയാലും മതി. ഇവിടെ മൈനസ് ഇട്ട് എഴുതിയെന്ന് പറഞ്ഞിട്ടും യാതൊരു പ്രശ്നവും ഇല്ല. രണ്ട് രീതിക്കും ക്വസ്റ്റ്യനിൽ ആ ഒരു ഇക്വേഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എങ്ങനെ ചോദിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അതുകൊണ്ട് രണ്ട് നമ്മൾ അറിഞ്ഞിരിക്കുക. ഓക്കെ ആണല്ലോ. അപ്പൊ ഇതാണ് നേൺസ്റ്റ് ഇക്വേഷൻ. ഓക്കെ, അപ്പൊ ഈ നേൺസ്റ്റ് ഇക്വേഷൻ, സോറി ഇത് ലോഗ് അല്ല, എൽ എൻ ആണ്. നാച്ചുറൽ ലോഗരിതമാണ്, അതിനെ അരിത്തമെറ്റിക്കിലേക്ക് മാറ്റിയിട്ടില്ല. അതാണ് ഇനി അടുത്ത സ്റ്റെപ്പ്. അപ്പൊ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഈ നാച്ചുറൽ ലോഗരിതം നമുക്ക് അത്ര കൺവീനിയന്റ് അല്ല കണക്കുകൾ ചെയ്യാനായിട്ട്. നമ്മൾ ലോഗ് എന്ന് പറയുമ്പോഴേ മനസ്സിൽ LOG ലോഗാ വരുന്നത്, അരിത്തമെറ്റിക് ലോഗരിതമാണ് വരുന്നത്. അപ്പൊ ഈ നാച്ചുറൽ ലോഗരിതത്തിനെ അരിത്തമെറ്റിക് ലോഗരിതത്തിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് വാട്ട് വി ഹാവ് ടു ഡു, നമ്മൾ എന്ത് ചെയ്യണം? യെസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 2.303 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പൊ ഒരു 2.303 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ദിസ് ഇക്വേഷൻ വിൽ ബി ലൈക്ക് ദിസ്, ഇ ഈക്വൽ ടു ഇ സീറോ പ്ലസ് 2.303 ആർ ടി ബൈ എൻ എഫ് ലോഗ് ഓക്സിഡൈസ്ഡ് ഫോം ബൈ റെഡ്യൂസ്ഡ് ഫോം. ഇനി ഇവിടെ മൈനസ് ആണ് വരുന്നതെങ്കിൽ നേരെ തിരിഞ്ഞു വരും. എന്താണ്? ഇ ഈക്വൽ ടു ഇ സീറോ മൈനസ് 2.303 ആർ ടി ബൈ എൻ എഫ് ലോഗ് റെഡ്യൂസ്ഡ് ഫോം ബൈ ഓക്സിഡൈസ്ഡ് ഫോം എന്ന് വരും. ഓക്കെ, അപ്പോ ഇതിൽ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതിനനുസരിച്ച് എഴുതുക. ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ട് വേണം നമ്മൾ ആൻസർ എഴുതാനായിട്ട്. അപ്പൊ ലോഗരിതമിക് ഫോം ഇങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്. സോ ദിസ് ഈസ് ദ ലോഗരിതമിക് ഫോം ഓഫ് നേൺസ്റ്റ് ഇക്വേഷൻ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ നേൺസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ സ്റ്റാൻഡേർഡ് ഈ ഒരു 298 കെൽവിൻ നമ്മുടെ റൂം ടെമ്പറേച്ചർ ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ ഈ 298 കെൽവിനിൽ നമ്മൾ ഈ ഒരു ഇക്വേഷനെ കുറച്ചും കൂടെ സിംപ്ലിഫൈ ചെയ്യാണ്. ഓക്കെ, അതായത് ഇക്വേഷൻ ഞാൻ ഒന്നും കൂടെ എഴുതാം. ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മൾ എഴുതിയത് ഇ ഈക്വൽ ടു ഇ സീറോ പ്ലസ് 2.303 ആർ ടി ബൈ എൻ എഫ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് എം എൻ പ്ലസ് എം ഇവിടെ പ്ലസ് ആണ് എഴുതിയത്. അപ്പൊ ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് എം എൻ പ്ലസ് ഡിവൈഡഡ് ബൈ എം. അത് ശ്രദ്ധിച്ചോളൂ, ഇവിടെ പ്ലസ് ആണോ മൈനസ് ആണോ എന്ന് നോക്കിയിട്ട് വേണം ഇതിനെ നമ്മൾ തിരിച്ചെഴുതാൻ. ഓക്കെ ആണല്ലോ. യെസ്, അപ്പൊ ഇവിടെ ആറിന്റെ വാല്യൂ നോക്ക്. ആറിന്റെ വാല്യൂ, ആർ ഈസ് ദ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്. അത് മുന്നത്തെ മൊഡ്യൂളുകളിൽ നമ്മൾ കണ്ടതാണ്. ആറിന്റെ വാല്യൂ സാധാരണ SI യൂണിറ്റ്സിൽ എടുക്കുമ്പോൾ ഇറ്റ് ഈസ് 8.314 ജൂൾ പെർ കെൽവിൻ പെർ മോൾ ആണ് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റിന്റെ വാല്യൂ. അപ്പൊ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ എഫ് ഫാരഡ്, അത് ഫാരഡേസ് കോൺസ്റ്റന്റ് ആണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 96500 കൂളമാണ്. ഇനി ടെമ്പറേച്ചർ, നമ്മൾ നോർമൽ റൂം ടെമ്പറേച്ചറിലല്ലേ എടുക്കുന്നത്. അപ്പൊ ടെമ്പറേച്ചർ നമുക്ക് ഏകദേശം ഒരു 298 കെൽവിനായിട്ട് എടുക്കാം. അപ്പൊ ഈ വാല്യൂസ്, അതായത് ടിയും ആറും എഫും എല്ലാം ഈ ഇക്വേഷനിലോട്ട് എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ കുറച്ചും കൂടെ എന്ത് ചെയ്യാൻ പറ്റും, സിംപ്ലിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഒന്നും കൂടെ ഇതിനെ ഒന്ന് ചുരുക്കി എഴുതാൻ പറ്റും. അങ്ങനെ സിംപ്ലിഫൈഡ് വെർഷൻ ആണ് ഇവിടെ കാണുന്നത്. ഇ ഈക്വൽ ടു ഇ സീറോ പ്ലസ് 0.50591 ബൈ എൻ ലോഗ് ഓക്സിഡൈസ്ഡ് ഫോം ബൈ റെഡ്യൂസ്ഡ് ഫോം. ഓക്കെ, അപ്പൊ അതാണ് രണ്ടാമത്തെ അതിന്റെ ഒരു സിംപ്ലിഫിക്കേഷൻ. അപ്പൊ ഈ വാല്യൂ എല്ലാം ടിക്ക് 298 കെൽവിനും അതുപോലെ ആറിന് 8.314ഉം അതുപോലെ ഫാരഡേസ് കോൺസ്റ്റന്റിന് 96500 എന്ന് പറയുന്ന ആ വാല്യൂം എല്ലാം കൊടുത്ത് നമ്മൾ ഇക്വേഷൻ ഒന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇക്വേഷൻ ബി ലൈക്ക് ദിസ്, ഇ ഈക്വൽ ടു ഇ സീറോ പ്ലസ് 0.0591 ബൈ എൻ ലോഗ് ഓക്സിഡൈസ്ഡ് ഫോം ബൈ റെഡ്യൂസ്ഡ് ഫോം. അപ്പൊ ഇതും ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. ഏത് ഫോം വേണോ നമുക്ക് ചോദിക്കാം. ഓക്കെ, പല ഫോമിൽ ചോദിക്കാം. ഇനി നമുക്ക് ഈ കോൺസെൻട്രേഷൻ ടേംസ്, അതായത് എം എൻ, ഈ അയോണുകൾക്ക് മാത്രം നമ്മൾ കോൺസെൻട്രേഷൻ നോക്കിയാൽ മതി. കോൺസെൻട്രേഷൻ ഓഫ് എം എൻ പ്ലസ്, കോൺസെൻട്രേഷൻ ഓഫ് ഇസഡ് എൻ പ്ലസ് 2 പ്ലസ്, അതുപോലെ കോൺസെൻട്രേഷൻ ഓഫ് CU2 പ്ലസ്, ഇതിന്റെ മാത്രം കോൺസെൻട്രേഷൻസ് നമ്മൾ എടുത്താൽ മതി. ബിക്കോസ് ഈ അയോണുകൾ കാണപ്പെടുന്ന എവിടെയാണ്? സൊല്യൂഷൻസിലാണ്. ഓക്കെ, മെറ്റൽ ഏത് സ്റ്റേറ്റിലായിരിക്കും? സോളിഡ് സ്റ്റേറ്റിലായിരിക്കും.
ഓക്കെ. അപ്പൊ സോളിഡ് സ്റ്റേറ്റിലുള്ള മെറ്റലുകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അതിന്റെ കോൺസെൻട്രേഷൻ പറയേണ്ട ആവശ്യമില്ല. അതിന്റെ കോൺസെൻട്രേഷൻ നമ്മൾ സാധാരണ യൂണിറ്റി ആയിട്ടാണ് എടുക്കുന്നത്. സോ ഫോർ മെറ്റൽ ഇലക്ട്രോഡ്സ്, അതായത് സോളിഡ് സ്റ്റേറ്റിലുള്ള മെറ്റൽ ഇലക്ട്രോഡുകളുടെ കോൺസെൻട്രേഷൻ വി ടേക്ക് ഇറ്റ് ആസ് യൂണിറ്റി. നമ്മൾ അതിനെ യൂണിറ്റി ആയിട്ടാണ് എടുക്കുന്നത്. ഓക്കെ, ഒന്നായിട്ടാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോ കോൺസെൻട്രേഷൻ ഓഫ് മെറ്റൽ എം ഈക്വൽ ടു 1 ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇതിനെ എന്തെന്ന് പറയാം? ഇ ഈക്വൽ ടു E0 പ്ലസ് 0.0591/n ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് Mn പ്ലസ് എന്ന് പറഞ്ഞാലും ഈ ഇക്വേഷൻ ശരിയാണ്. ഓക്കെ, അപ്പൊ ഇതാണ് അടുത്ത ഫോം ഓഫ് ഇക്വേഷൻ. ഓക്കെ ആണല്ലോ. അത് എന്താ ഇതിന് റീസൺ? ഇങ്ങനെ വന്നതിന്റെ റീസൺ എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് എം, അതായത് മെറ്റൽ അയോൺസ് നമ്മൾ എന്തായിട്ടാണ് എടുക്കുന്നത്? യൂണിറ്റി ആയിട്ടാണ് എടുക്കുന്നത്. കാരണം അത് സോളിഡ് ആണ്. ഓക്കെ, സോളിഡുകൾക്ക് കോൺസെൻട്രേഷൻ നമ്മൾ അങ്ങനെ പറയാറില്ല. അതിന്റെ കോൺസെൻട്രേഷൻ നമ്മൾ 1 ആയിട്ട് വേണം എടുക്കാൻ. ഓക്കെ ആണല്ലോ. അപ്പൊ അതാണ് അടുത്ത ഫോം. അപ്പൊ പല പല ഫോം, ലേൺസ് ഇക്വേഷന്റെ പല ഫോംസ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിലെ ഓരോ ടേംസ് ആയിട്ട് നമുക്ക് പറയാം. ഒന്നാമത്തെ ഇ എന്ന് പറയുന്നത് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽസ് അണ്ടർ നോർമൽ കണ്ടീഷൻ ആണ്, അല്ലെങ്കിൽ നോൺ സ്റ്റാൻഡേർഡ് കണ്ടീഷൻ ആണ്. അടുത്തത് E0 എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആണ്, നമ്മൾ പറഞ്ഞു. ആർ എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്. SI യൂണിറ്റ് എന്ന് പറയുന്നത് 8.314 ആണ്. യൂണിറ്റ് മാറുന്നതിനനുസരിച്ച് അത് മാറും, പക്ഷേ ഈ ഒരു മൊഡ്യൂളിൽ നമുക്ക് ഈ ഒരു വാല്യൂ മതി. അടുത്തത് ടി എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ആണ്. ദാറ്റ് ഷുഡ് ബി ഇൻ കെൽവിൻ. അത് SI യൂണിറ്റിൽ തന്നെ ആയിരിക്കണം. എഫ് എന്ന് പറയുമ്പോൾ ഫാരഡേസ് കോൺസ്റ്റന്റ് ആണ്, അതിന്റെ വാല്യൂ നമുക്കറിയാം. ഓക്കെ ആണല്ലോ. സോ ഇത്രയുമാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേംസ് വരുന്നത്. ഇനി ഒരു ടേം കൂടെ ഉണ്ടല്ലോ, N ഈസ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ട്രാൻസ്ഫേർഡ്. ഇപ്പോ സിങ്കിന്റെയും കോപ്പറിന്റെയും ഒക്കെ കേസിലാണെങ്കിൽ അത് 2 ആണ്. അലുമിനിയത്തിന്റെ കേസ് ആണെങ്കിൽ N 3 ആണ്. ഓക്കെ, സിൽവറിന്റെ കേസിലാണെങ്കിൽ N 1 ആണ്. ബിക്കോസ് സിൽവറിന്റെ റിഡക്ഷൻ എങ്ങനെയാണ്? Ag പ്ലസ് 1 ഇലക്ട്രോൺ ഗീവ്സ് Ag. ഇതാണ് റിഡക്ഷൻ. ഓക്കെ, അപ്പൊ അവിടെ ഒരു ഇലക്ട്രോണേ ട്രാൻസ്ഫർ ആവുന്നുള്ളൂ. ക്ലിയർ ആണല്ലോ. അപ്പൊ ഇങ്ങനെ വേണം N എടുക്കാനായിട്ട്. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് ഈ ഒരു നേൺസ് ഇക്വേഷന്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഓരോ ആപ്ലിക്കേഷൻ ആയിട്ട് നോക്കാം. ഫസ്റ്റ്, ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ കാൽക്കുലേഷൻ ഓഫ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽസ് അറ്റ് ഡിഫറെന്റ് കോൺസെൻട്രേഷൻ. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള കോൺസെൻട്രേഷനുകൾ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഈ കോൺസെൻട്രേഷനുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വളരെ ഈസി ആയിട്ട് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. രണ്ടാമത്തത്, ഡിറ്റർമിനേഷൻ ഓഫ് സെൽ EMF, ഒരു സെല്ലിന്റെ EMF കണ്ടുപിടിക്കാൻ. ഓക്കെ, അടുത്തത് pH മെഷർമെന്റ്സ്, pH വാല്യൂ കണ്ടുപിടിക്കാൻ. അടുത്തത് ഹെൽപ്സ് ടു പ്രെഡിക്ട് ദ ഡയറക്ഷൻ ഓഫ് റിഡോക്സ് റിയാക്ഷൻ. എങ്ങനെയാണ് റിഡോക്സ് റിയാക്ഷൻ, ഏതിലോട്ടാണ് റിഡോക്സ് റിയാക്ഷൻ നടക്കുന്നത്, അതിന്റെ ഡയറക്ഷൻ, അതിന്റെ ഫീസിബിലിറ്റി ഒക്കെ പറയാനായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ ആണല്ലോ. യെസ്, അപ്പോ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇത്രയും ചെയ്തത് വെച്ചിട്ട്, അല്ലെങ്കിൽ ഈ നേൺസ് ഇക്വേഷൻ ഇത്രയും പറഞ്ഞത് വെച്ചിട്ട് നമുക്കൊരു ചെറിയൊരു ഈ ഒരു ഡാനിയൽ സെല്ലിന്റെ നേൺസ് ഇക്വേഷൻ നമുക്കൊന്ന് എഴുതി നോക്കാം. ഓക്കെ, നേൺസ് ഇക്വേഷൻ ഫോർ ഡാനിയൽ സെൽ. അപ്പോ എനിക്ക് ഏത് ഫോം വേണോ നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് ഈ ഒരു ഫോം ആണ്. യെസ്, അപ്പൊ ഈ ഒരു ഫോം ഉപയോഗിക്കാം. സോ ഇവിടെ ഞാൻ എടുക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് ഡെൽറ്റ, അല്ലെങ്കിൽ വേണ്ട, ഈ വെച്ചിട്ടുള്ള ഇക്വേഷൻ എടുക്കാം. ഇ ഇസ് ഈക്വൽ ടു E0 മൈനസ് 2.303 RT ബൈ NF ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് എന്താണ്? റിയാക്ടന്റ്, പ്രോഡക്റ്റ് ബൈ റിയാക്ടന്റ്. അപ്പൊ ഞാൻ ഇവിടെ അങ്ങനെ തന്നെ എഴുതാം, കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ബൈ റിയാക്ടന്റ്. ഓക്കെ, പ്രോഡക്റ്റ് ബൈ റിയാക്ടന്റ്, ഇങ്ങനെ തന്നെ എഴുതാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓക്സിഡൈസ്ഡ് ഫോം എന്നോ റിഡ്യൂസ്ഡ് ഫോം എന്നോ അങ്ങനെ എന്ത് വേണമെങ്കിലും എഴുതാം. ഓക്കെ, അപ്പൊ ഇത് ഇവിടെ ഞാൻ മൈനസ് ആണ് ഇട്ടത്. ഇനി എന്താണ്, ഈ മൈനസ് മാറുമ്പോ എന്ത് മാറും? ഈ ഒരു ലോഗിന് നിങ്ങളൊന്ന് റെസിപ്രോക്കേറ്റും കൂടെ ചെയ്യണം. ഓക്കെ, മൈനസ് മാറുന്നതിനനുസരിച്ച് ലോഗിനെ ഒന്ന് റെസിപ്രോക്കേറ്റ് ചെയ്യാനും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ആ ഇക്വേഷൻ ഒന്ന് എഴുതി നോക്കാം. ഡാനിയൽ സെല്ലാണ്. അപ്പൊ ഡാനിയൽ സെല്ലിൽ നടക്കുന്ന, ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ എന്താണ്? ഡാനിയൽ സെൽ എന്ന് പറഞ്ഞാൽ സിങ്കും കോപ്പറും വെച്ചിട്ടുള്ള സെല്ലാണ്. അതെല്ലാം നമ്മൾ നേരത്തെ പഠിച്ചതാ, നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അതായത് ഡാനിയൽ സെല്ലിൽ ആനോഡിൽ നടക്കുന്നത് ഓക്സിഡേഷൻ ആണ്. സിങ്ക് എന്ത് ചെയ്യുന്നു? Zn2+ ആയിട്ട് മാറുന്നു, 2 ഇലക്ട്രോണുകളെ കളഞ്ഞിട്ട്. ഓക്കെ, അടുത്തത് കാഥോഡിൽ നടക്കുന്ന റിയാക്ഷൻ എന്താണ്?
കാഥോഡിൽ കോപ്പർ 2+, Cu2+, 2 ഇലക്ട്രോണുകളെ മേടിച്ചിട്ട് Cu ആയിട്ട് മാറുന്നു, റിഡക്ഷൻ. അപ്പൊ കാഥോഡില് റിഡക്ഷൻ, റെഡ് കാറ്റ് നമ്മൾ നേരത്തെ പഠിച്ചു. ആനോഡില് ഓക്സിഡേഷൻ. അപ്പൊ ഇതാണ് ഡാനിയൽ സെല്ലിൽ നടക്കുന്നത്. ഓവറോൾ റിയാക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് ഇത് ആഡ് ചെയ്യണം. ആഡ് ചെയ്യുമ്പോൾ ഇലക്ട്രോണുകൾ ദാ ഇവിടെ RHS 2 ഇലക്ട്രോൺ, ഇവിടെ LHS 2 ഇലക്ട്രോൺ. സോ ദ ഇലക്ട്രോൺ വി ഗെറ്റ് ക്യാൻസൽഡ് ആയതിനു ശേഷം ഓവറോൾ സെൽ റിയാക്ഷൻ അല്ലെങ്കിൽ ടോട്ടൽ റിയാക്ഷൻ എന്ന് പറയുന്നത് Zn plus Cu2+ gives Zn2+ plus Cu എന്ന ഇക്വേഷൻ വരും. അപ്പൊ ഞാൻ ഇവിടെ ഈ ഒരു നേൺസ്റ്റ് ഇക്വേഷൻ ഉപയോഗിച്ചാണ് ചെയ്യാൻ പോകുന്നത്. പല ഫോംസ് ഓഫ് നേൺസ്റ്റ് ഇക്വേഷൻ നമ്മൾ പഠിച്ചു. അപ്പൊ ഞാൻ ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ അത് മറ്റെല്ലാ ഇക്വേഷനിലും ഇട്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അപ്പൊ ഇവിടെ ഞാൻ ആനോഡിന്റെ ഇക്വേഷൻ എഴുതാം. ഓക്കെ, ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ എന്താണ്? ആനോഡിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. അപ്പോ E is equal to E0 minus 2.303 RT by NF. ഇതുവരെ ഓക്കെയാണ്. ലോഗ് പ്രൊഡക്റ്റ് ബൈ റിയാക്ടന്റ് എന്നാണ്. അപ്പൊ ഇവിടെ പ്രൊഡക്റ്റ് എന്താണ്? Zn2+ ആണ്. അപ്പൊ ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് Zn2+, ഇത് മാത്രം മതി. ഓക്കെ, Zn2+. കാരണം എന്താണ്? ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് Zn എന്നുണ്ട്. പക്ഷെ Zn ഒരു മെറ്റൽ ആണ്. മെറ്റലിന്റെ കോൺസെൻട്രേഷൻ നമ്മൾ എടുക്കുന്നത് എത്രയായിട്ടാണ്? യൂണിറ്റി, അതൊന്നായിട്ടാണ് എടുക്കുന്നത്. ഓക്കെ, മെറ്റൽസിന്റെ കോൺസെൻട്രേഷൻ ക്ലിയർ. അപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ നമുക്ക് ഈ ഒരു ഇക്വേഷൻ എന്താണ്? E equal to E0 minus 2.303 RT by NF log Zn2+, അല്ലെങ്കിൽ 0.059 divided by N E equal to E0 minus 0.059 divided by N log Zn2+ എന്ന് നമുക്ക് എഴുതാം. ഇനി നമുക്ക് കാഥോഡിന്റെ നേൺസ്റ്റ് ഇക്വേഷൻ ഒന്ന് എഴുതി നോക്കാം. ഓക്കെ, കാഥോഡിന്റെ നേൺസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? E is equal to E0 മൈനസ്, ആ മൈനസ് ഞാനിപ്പോ കൊടുക്കുന്നില്ല. ഓക്കെ, മൈനസ് 2.303 RT by NF ലോഗ്. പ്രൊഡക്റ്റിൽ ഇവിടെ ആരാ ഉള്ളത്? പ്രൊഡക്റ്റിൽ ഇവിടെ കോപ്പറാ. ഓക്കെ, അത് 1 ആണ്. ഓക്കെ, അപ്പൊ 1 ബൈ എന്താണ്? കോൺസെൻട്രേഷൻ ഓഫ് Cu2+ എന്ന് വരും. അത് തിരിച്ചിടുമ്പോഴത്തേക്ക് ഇതാ ഇവിടുത്തെ സൈൻ മാറി എന്താവും? പ്ലസ് ആവും. ഓക്കെ, അപ്പൊ പ്ലസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് Cu2+ എന്ന് വരും. ഓക്കെ, അപ്പൊ ഇതാണ് കാഥോഡിന്റെ നേൺസ്റ്റ് ഇക്വേഷൻ. അപ്പൊ ആനോഡിന്റെ നേൺസ്റ്റ് ഇക്വേഷനുമായി കാഥോഡിന്റെ നേൺസ്റ്റ് ഇക്വേഷനുമായി. ഓക്കെ, ഇനി നമുക്ക് ഓവറോൾ സെല്ലിന്റെ പൊട്ടൻഷ്യൽ എത്രയാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കുക? ഈ ഒരു സെൽ ഉണ്ടാക്കുമ്പോൾ അതിന്റെ ടോട്ടൽ EMF എത്രയാവും? അതും നമുക്ക് എന്ത് ചെയ്യാം? നേൺസ്റ്റ് ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കാം. അപ്പോ ഈ സെല്ലിന്റെ ടോട്ടൽ ഓവറോൾ EMF എത്രയാണ് എന്ന് നേൺസ്റ്റ് ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ഞാൻ എഴുതുന്നത്. സോ അത് ഈ സെൽ ഈക്വൽ ടു E0 സെൽ. ഓക്കെ, E0 സെൽ പ്ലസ് 2. പ്ലസ് അല്ല, നമുക്ക് മൈനസ് ഇട്ടല്ലേ ചെയ്തത്. അപ്പൊ മൈനസ് 2.303 RT by NF ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് ബൈ റിയാക്ടന്റ് എന്നല്ലേ? യെസ്. അപ്പൊ ഇവിടെ പ്രൊഡക്റ്റ് ആരാ? പ്രൊഡക്റ്റിലുള്ളത് Zn2+ മാത്രം. ഓക്കെ, Zn2+ മാത്രം ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് Cu എന്നും കൂടെ ഉണ്ട്. പക്ഷേ സിയുടെ കോൺസെൻട്രേഷൻ എത്ര? 1 ആണ്. അത് മെറ്റൽ ആണ്. നമ്മൾ അയോണിക് കോൺസെൻട്രേഷൻ മാത്രം എടുത്താൽ മതി. ഓക്കെ, Zn2+ ഡിവൈഡഡ് ബൈ റിയാക്ടന്റ് ആരൊക്കെയാ ഉള്ളത്? Zn ഉണ്ട്, Cu2+ ഉണ്ട്. അപ്പൊ അത് നമ്മൾ Cu2+ മാത്രം എടുത്താൽ മതി. ബിക്കോസ് ദ കോൺസെൻട്രേഷൻ ഓഫ് Zn ഈസ് ടേക്കൺ ആസ് 1. അപ്പൊ ഈ സെൽ ഈക്വൽ ടു എന്താണ്? ഈ സെൽ ഈക്വൽ ടു E0 സെൽ. ഈ സെൽ ഈക്വൽ ടു E0 സെൽ മൈനസ് 2.303 RT by NF ലോഗ് Zn2+ ഡിവൈഡഡ് ബൈ Cu2+ എന്ന് വരും. അല്ലെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? അല്ലെങ്കിൽ ഈ സെൽ ഈക്വൽ ടു E0 സെൽ മൈനസ് 0.059. ഓക്കെ, ഡിവൈഡഡ് ബൈ ഇവിടെ n എത്രയാണ്? 2 ഇലക്ട്രോണുകളാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. സോ ഡിവൈഡഡ് ബൈ 2. ഓക്കെ, ഡിവൈഡഡ് ബൈ 2 ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് Zn2+ ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് Cu2+ എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ഇങ്ങനെ നമുക്ക് എഴുതാം. അപ്പൊ ഇങ്ങനെ പല ഫോംസിൽ നമുക്ക് എഴുതാനായിട്ട് പറ്റും നേൺസ്റ്റ് ഇക്വേഷൻ. അപ്പൊ നേൺസ്റ്റ് ഇക്വേഷനിൽ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ഫോംസും നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഒരുവിധം എല്ലാ ഫോംസും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു.
അപ്പൊ കൃത്യമായിട്ട് അതിന്റെ സൈൻ ശ്രദ്ധിക്കുക. പ്രൊഡക്റ്റ് ആണോ റിയാക്ടന്റ് ആണോ എന്ന് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഓക്സിഡൈസ്ഡ് ഫോം ആണോ റെഡ്യൂസ്ഡ് ഫോം ആണോ എന്ന് ശ്രദ്ധിക്കുക. അത് വെച്ചിട്ട് വളരെ ശ്രദ്ധിച്ച് മാത്രം എന്ത് ചെയ്യുക, നേൺസ് ഇക്വേഷൻ ഓരോ ക്വസ്റ്റ്യൻസും ചെയ്യുക. അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പോ അടുത്ത ബാക്കി വരുന്ന ടോപ്പിക് നെക്സ്റ്റ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് സെഷനിൽ നമുക്ക് കാണാം. ഓക്കെ, അപ്പോ ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടെക് പി എസ് സിയുടെ വിജയാശംസകൾ അറിയിക്കുകയാണ്. താങ്ക് യു.